ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 2 ബ്യൂട്ടി സോപ്പിൻ്റെ റെസിപ്പിയാണ്. നമ്മളുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ സോപ്പ് രണ്ടും ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ്. അതുകൂടാതെ ഈ സോപ്പിലുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് നമ്മളുടെ ബോഡി ഫുള്ള് കൂളാക്കി വെക്കാനും അതുപോലെ നല്ലൊരു സ്ക്രബായിട്ട് ആക്ട് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിനി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആര്യവേപ്പിലയാണ്. ഇതിന് അളവൊന്നും പ്രത്യേകിച്ചില്ല, ഒരു പിടി ആര്യവേപ്പില എടുക്കുക. ആര്യവേപ്പിലയുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് പച്ചമഞ്ഞളാണ്. ഇത് കഴിയുന്നതും നിങ്ങൾ പച്ചമഞ്ഞൾ തന്നെ യൂസ് ചെയ്യുക കേട്ടോ. ഇനി ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം ഒരു 3-4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാം. അത് ഫ്രഷ് ആയിട്ട് പൊടിച്ച മഞ്ഞൾപ്പൊടി തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാനിതൊരു 5-6 കഷ്ണം പച്ചമഞ്ഞൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മളുടെ നാടൻ ചെമ്പരത്തിയാണ്, ചുവന്ന കളറിലുള്ള നാടൻ ചെമ്പരത്തി. ഇത് നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ് കേട്ടോ. ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ ആൻറ്റി ഏജിങ് ആണ്, പിന്നെ നമ്മളുടെ കൊളാജനൊക്കെ ബാലൻസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ പിന്നെ എടുത്തിട്ടുള്ളത് റോസാണ്. റോസും നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ്. റോസിൽ വൈറ്റമിൻ ഇ ഒക്കെ ധാരാളമുണ്ട്, വൈറ്റമിൻ സി ധാരാളമുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ആക്നെ മൂലം ഉണ്ടാകുന്ന ബ്രേക്ക് ഡൗൺ ഒക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഒരുപാട് ഹെൽപ്ഫുള്ളാണ് സ്കിന്നിന്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് മെയിനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ആര്യവേപ്പില, പച്ചമഞ്ഞൾ, ചെമ്പരത്തി, റോസ്, ഈ 4 കൂട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ്. സ്കിന്നിൽ നിറം വർദ്ധിപ്പിക്കാനും അതുപോലെ സ്കിന്നിലുണ്ടാകുന്ന കറുത്ത പാടുകൾ മാറാനും ആൻറ്റി ഏജിങ് മൂലം ഉണ്ടാകുന്ന റിങ്കിൾസ് മാറാനും എല്ലാം ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. മഞ്ഞളിൻ്റെ ആര്യവേപ്പിൻ്റെയും ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷേ ചിലർക്കെങ്കിലും ചെമ്പരത്തിയൊക്കെ സ്കിന്നിന് നല്ലതാണെന്ന് അറിയുന്നുണ്ടാവില്ല. മുടിക്കുന്ന പോലെ തന്നെ സ്കിന്നിനും ഒരുപാട് നല്ലതാണ് ചെമ്പരത്തിയും റോസും. അപ്പോൾ നമുക്കിനി അടുത്ത എന്താ ഇൻഗ്രീഡിയൻറ്റ് നോക്കാം. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമ്മളുടെ മെയിൻ സംഭവമാണ്. ഇതാണ് നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെയിൻ സംഭവം. ഇത് നമ്മുടെ സോപ്പ് ബേസാണ്. ഗ്ലിസറിൻ അടങ്ങിയിട്ടുള്ള സോപ്പ് ബേസാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ 1 kg ആണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 235 രൂപയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു 30 സോപ്പുകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് മെയിൻ സോപ്പ് ബേസ്. പിന്നെ ഞാൻ ഇവിടെ നമ്മളുടെ ആര്യവേപ്പിലയും അതുപോലെ പച്ചമഞ്ഞളുടെ തോലൊക്കെ കളഞ്ഞിട്ട് നന്നായി ക്ലീൻ ചെയ്ത് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഒരു സോപ്പ് ഉണ്ടാക്കുന്നത് ഈ ഒരു 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഒരു സോപ്പ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മളുടെ ചെമ്പരത്തിയും റോസും ഉപയോഗിച്ചിട്ടാണ് വേറൊരു സോപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആര്യവേപ്പിലയും മഞ്ഞളും നന്നായി കഴുകിയിട്ട് നമുക്കൊന്ന് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തുള്ള ജ്യൂസ് മാത്രമായിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായി പിഴിഞ്ഞിട്ട് ഇതിൻ്റെ ജ്യൂസ് എടുക്കുക കേട്ടോ. അപ്പോൾ അത് അവിടെ മഞ്ഞളും ആര്യവേപ്പിലയും കൂടി പിഴിഞ്ഞിട്ടുള്ള ജ്യൂസ് റെഡിയാണ്. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ ജ്യൂസിന്. അതുപോലെ തന്നെ നല്ല കളറുമാണ്. അപ്പോൾ ഇതിവിടെ റെഡിയാണ്. നമുക്കിതിവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് അടുത്ത സോപ്പിന് വേണ്ടിയിട്ടുള്ള ഇതുണ്ടാക്കാം. അപ്പോൾ അടുത്ത സോപ്പിന് വേണ്ടിയിട്ടുള്ള കൂട്ടുണ്ടാക്കാനായിട്ട് ഞാൻ ചെമ്പരത്തിയും അതുപോലെ തന്നെ റോസുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് രണ്ടും നമ്മളുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ്. നമ്മൾ റോസ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോസ് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലും കിട്ടും നമ്മളുടെ സോപ്പിന്. അതുപോലെ തന്നെ സ്കിന്നിന് ഒരുപാട് നല്ലതുമാണ് റോസ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ 2 എടുത്തിട്ടുള്ളൂ. എൻ്റെ അടുത്ത് 2 ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിനെ ഒന്ന് തിളപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് റോസും ചെമ്പരത്തിയും രണ്ടും കൂടെ ഇട്ട് കൊടുക്കുക. ഗ്രീൻ കളറുള്ള പോർഷനൊക്കെ കളഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യണം. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ നന്നായിട്ട് ബോയിൽ ചെയ്യാനായിട്ട് വിടണം. അപ്പോൾ അത് നന്നായിട്ട് ബോയിലായിട്ടുണ്ട്. അതായത് ആ ചെമ്പരത്തിയുടെ കളറും എല്ലാം റോസിൻ്റെ കളറെല്ലാം വെള്ളത്തിലേക്ക് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ലൊരു ബീട്രൂട്ടിൻ്റെ നിറമായിട്ടുണ്ട്. ഈ പരുവാകുമ്പോൾ നമുക്കിത് ഊറ്റി വേറൊരു പാത്രത്തിലേക്ക് വെക്കാം. അപ്പോൾ അത് മുഴുവൻ സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ബീട്രൂട്ടിൻ്റെ നിറമാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി വേണ്ട സംഭവം എന്ന് പറയുന്നത് ഞാനിവിടെ ഒരു സോപ്പ് മൗൾഡ് യൂസ് ചെയ്യുന്നുണ്ട് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ ഓൺലൈൻ പർച്ചേസ് ചെയ്തതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിനകത്ത് കൊടുക്കാം. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 128 രൂപയാണ്. അപ്പോൾ ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഇത് സിലിക്കോണിൻ്റെയാണ്, ഭയങ്കര ഫ്ലെക്സിബിളാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഡയറക്റ്റ്ലി ചൂടുള്ള ആ ഒരു സോപ്പിൻ്റെ മിക്സ് തന്നെ ഒഴിച്ചു വെക്കാവുന്നതാണ്. അതുപോലെ ഇളക്കിയെടുക്കാനൊക്കെ നല്ല എളുപ്പമാണ്, നല്ല ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് സാധാരണ ചെറിയ ചെറിയ പാത്രങ്ങളിലും സോപ്പ് ഉണ്ടാക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മളുടെ സോപ്പ് ബേസിൻ്റെ കവറൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതാണ് നമ്മുടെ സോപ്പ് ബേസ്. നല്ല ക്ലിയറാണ്, ക്രിസ്റ്റൽ ക്ലിയറാണ്. ഇത് ഗ്ലിസറിൻ ബേസ്ഡ് ആണ് കേട്ടോ. അപ്പം അത്യാവശ്യം മോയ്സ്ചറൊക്കെ ഈ സോപ്പ് ബേസിൽ നിന്ന് തന്നെ കിട്ടും.
ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരു 6 സോപ്പിന് വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു 150 ഗ്രാം വരും. 150 ഗ്രാം കൊണ്ട് നമുക്കൊരു 6 സോപ്പ് വരെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനാദ്യം തന്നെ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കണം. അത് നമുക്ക് ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നല്ലപോലെ ചെറുതാക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉരുക്കി കിട്ടും. അപ്പോൾ നമുക്കിത് മുഴുവനായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ സോപ്പ് ബേസ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാത്രത്തിൽ വെള്ളം ചൂടായി കഴിയുമ്പോൾ വേറൊരു പാത്രം അതിലേക്ക് ഇറക്കി വയ്ക്കാം. അപ്പോൾ ഇതുപോലെ വാലുള്ള ഒരു പാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് സോപ്പ് ബേസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചെറിയൊരു മഞ്ഞ കളർ കാണുന്നില്ല, അത് ഞാൻ മഞ്ഞൾ കട്ട് ചെയ്ത കത്തി വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തത്, അതുകൊണ്ടാണ് ചെറിയൊരു മഞ്ഞ കളർ. ഇനി നമുക്കിതൊന്ന് ഉരുകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇതാ അപ്പോൾ ഇത് ഉരുകാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തം ഉരുകിയിട്ടില്ല, സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള മഞ്ഞളിൻ്റെ ആര്യവേപ്പിലയുടെയും ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കളറൊന്നും അല്ല കേട്ടോ കിട്ടുക, നല്ലൊരു ബ്രൗൺ കളറായിട്ട് മാറും അത്. ഇനി ഞാൻ ചേർക്കുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. ഇതാണ് നമ്മളുടെ രാമച്ചത്തിൻ്റെ പൗഡർ. ഇത് ഞാൻ ഓൺലൈനായിട്ട് തന്നെ വാങ്ങിച്ചതാണ്. ഇതിന് 199 രൂപയായിരുന്നു ഈ ഒരു പാക്കറ്റിന്. അപ്പോൾ ഈ രാമച്ചത്തിൻ്റെ പൗഡറാണ് ഞാൻ ഇനി സോപ്പിലേക്ക് ചേർക്കാൻ പോകുന്നത്. ഈ പൗഡർ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും രാമച്ചം നല്ലൊരു കൂളിംഗ് എഫക്റ്റ് തരും. അതുപോലെ തന്നെ ഇതൊരു ചെറിയ പൊടി പോലെ തരി ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു സ്ക്രബിങ് എഫക്റ്റ് ആയിരിക്കും. നമ്മൾ ഈ സോപ്പ് ബോഡിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ അവോയ്ഡും ചെയ്യാം കേട്ടോ. ഈ പൊടി ഇടണമെന്ന് നിർബന്ധമില്ല, പൊടി ഇല്ലാതെ നമുക്ക് സോപ്പ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അലോവേറ ജെല്ല് ചേർത്ത് കൊടുക്കുക. അത് ഓപ്ഷണലാണ് കേട്ടോ, ചേർക്കണമെന്നില്ല. ഓൾറെഡി അലോവേറയുള്ള സോപ്പ് ബേസാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഞാൻ ചേർത്തിട്ടുണ്ട് എന്തായാലും. പിന്നെ ചേർക്കുന്നത് നമ്മൾ റോസ് വാട്ടറും ഗ്ലിസറിനും കൂടി മിക്സ് ചെയ്ത് വെച്ചിരുന്നു, അതാണ് 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുള്ളത്. പിന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. നമ്മുടെ സ്കിൻ നന്നായിട്ട് മോയ്സ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോപ്പ് ഉപയോഗിച്ചാലും നല്ല ആ മോയ്സ്ചർ അങ്ങനെ തന്നെ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഗ്ലിസറിൻ, റോസ് വാട്ടറും പിന്നെ ഈ ഓയിലും ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് മറക്കാതെ ആഡ് ചെയ്യണം. അലോവേറ ജെല്ലും അതുപോലെ തന്നെ രാമച്ചത്തിൻ്റെ പൗഡറും ഓപ്ഷണലാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ സോപ്പ് ലായനി സോപ്പ് മിക്സ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതിനെ നമുക്ക് നമ്മളുടെ മൗൾഡിലേക്ക് മാറ്റാം. ഇപ്പോൾ ഈ സെയിം സോപ്പ് മിക്സ് ഞാൻ 2 മൗൾഡിലെ 2 ഇതിനകത്തേക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. 2 എണ്ണം വേറെ സോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വച്ചിരിക്കുകയാണ്. അപ്പോൾ അതാ ഞാൻ 2 സോപ്പിന് വേണ്ടിയിട്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ 2 ചെറിയ പ്ലേറ്റുകളുണ്ടായിരുന്നു, ആ പ്ലേറ്റുകളിലേക്കും കൂടി ഇത് ഒഴിച്ചു വയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് സോപ്പ് മോൾഡ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇതുപോലൊരു ചെറിയ പ്ലേറ്റിൽ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു വയ്ക്കാം. എണ്ണ തടവിയാൽ നമുക്ക് സോപ്പ് വിട്ട് പോരാനായിട്ട് എളുപ്പമുണ്ടാവും. അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സോപ്പ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അത് സെയിം രീതിയിൽ തന്നെ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ഒരു ടീസ്പൂൺ അലോവേറ ജെൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗ്ലിസറിൻ, റോസ് വാട്ടർ മിക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഉപയോഗിക്കാം കേട്ടോ. ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതിയാവും. പിന്നെ ഞാനിവിടെ രാമച്ചത്തിൻ്റെ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. രാമച്ചത്തിൻ്റെ പൗഡറും അലോവേറ ജെല്ലും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ഉണ്ടെങ്കിൽ 1 or 2 പൊട്ടിച്ചൊഴിക്കാം കേട്ടോ, നല്ലതാണ്. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഓൾറെഡി തിളപ്പിച്ച് വെച്ചിരുന്ന ആ ഒരു ചെമ്പരത്തിപ്പൂവും റോസയും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ലായനി ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യം എക്സ്പെക്ട് ചെയ്തത് നല്ല പിങ്ക് കളറിൽ സോപ്പ് കിട്ടുമെന്നൊക്കെയാണ്, പക്ഷേ ഈ സോപ്പ് ബേസിലുള്ള കെമിക്കലിൻ്റെ റിയാക്ഷൻ മൂലമാണെന്ന് തോന്നുന്നു നമ്മളത് ഒഴിച്ച് കഴിയുമ്പോൾ ഇതുപോലൊരു ഡാർക്ക് കളറാണ് കിട്ടുന്നത് കേട്ടോ. ഇനി അതും കൂടി നമുക്ക് നമ്മളുടെ സോപ്പ് മോൾഡിലേക്ക് ചേർത്ത് കൊടുക്കാം. ചൂടനെ തന്നെ ഒഴിക്കാം കേട്ടോ, നമുക്ക് തണുക്കാൻ വേണ്ടി വെയിറ്റ് ഒന്നും ചെയ്യണ്ട. ഇത് തണുക്കുമ്പോഴാണ് സെറ്റ് ആവുന്നത്. അപ്പോൾ ബാക്കിയിരിക്കുന്ന 2 ഹോളിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ സോപ്പ് മോൾഡിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ സോപ്പ് നല്ല ഷേപ്പിൽ കിട്ടും. കാണുമ്പോൾ നമുക്ക് ശരിക്കും നമുക്ക് കഴിക്കാനാണ് തോന്നുക, അത്രയും നല്ലൊരു ഷേപ്പിലാണ് കിട്ടുക കേട്ടോ. ഇനി നമുക്കത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഞാൻ വേറെ 2 ചെറിയ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്, അപ്പോൾ നമുക്കതിലേക്ക് ഒഴിക്കാം. അങ്ങനെ 300 ഗ്രാം സോപ്പ് ബേസ് കൊണ്ട് ഒരു 8 സോപ്പോളം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ ഒരു 3 മണിക്കൂർ വെച്ചതിന് ശേഷം എടുത്തിട്ടുള്ള സോപ്പാണ്. ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു 3 മണിക്കൂർ കൊണ്ട് തന്നെ എല്ലാം സെറ്റായിട്ട് കിട്ടും. പുറത്ത് വെച്ചാൽ 1 ഡേ ഒക്കെ എടുക്കും. അപ്പോൾ നമുക്കിനി ഇതിന് പതുക്കെ മോൾഡിൽ നിന്ന് എങ്ങനെയാണ് വിട്ടെടുക്കുന്നതെന്ന് നോക്കാം. ഇത് കണ്ടോ, പ്ലേറ്റിലും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അതെല്ലാം സെറ്റായിട്ടുണ്ട് നല്ലപോലെ.
മൗൾഡിൽ നിന്ന് ഭയങ്കര ഈസിയാണ് കേട്ടോ നമുക്ക് സോപ്പ് വിട്ട് കിട്ടാനായിട്ട്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ മതി, അപ്പം തന്നെ അത് വിട്ട് കിട്ടും. അതുപോലെ നല്ല ഷേപ്പിൽ കിട്ടും. നല്ല ഗ്ലേസിങ് ആണ്. സോപ്പിന് ഭയങ്കര മണമാണ് കേട്ടോ. നല്ലൊരു ഈ ആയുർവേദ ഷോപ്പിലൊക്കെ ഉണ്ടാവില്ലേ ഒരു മണം, അതുപോലത്തെ ഒരു മണമാണ് ഈ സോപ്പിന്. രാമച്ചത്തിൻ്റെയും അതുപോലെ മഞ്ഞളിൻ്റെയും ആര്യവേപ്പിൻ്റെയും ഒക്കെ ഒരു മണമാണ് ഈ സോപ്പിനുള്ളത് കേട്ടോ. നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ സോപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണേ. ഇനി നമുക്ക് അടുത്തത് നടത്തിയെടുക്കാം. കണ്ടോ, ഭയങ്കര സിമ്പിളാണ്. മൗൾഡിൽ നിന്ന് നമുക്കിത് ഇളക്കിയെടുക്കാനായിട്ട് നല്ല സിമ്പിളായിട്ട് പോരും. നല്ല ഗ്ലേസിംഗ് ആണ്, കണ്ടാൽ ശരിക്കും കഴിക്കാൻ തോന്നും, അത്രയും ഗ്ലേസിംഗ് ആണ്. ഇതിൻ്റെ രണ്ട് സൈഡിലും ആ രാമച്ചത്തിൻ്റെ പൗഡർ വന്ന് ഇങ്ങനെ സെറ്റായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ആ ഭാഗം വെച്ചിട്ട് നമ്മളിങ്ങനെ മുഖത്തൊക്കെ ഫേസിലൊക്കെ ഒന്ന് ഇത് റബ്ബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ചെമ്പരത്തിപ്പൂവും റോസും കൊണ്ട് ഉണ്ടാക്കിയ സോപ്പാണ്. നല്ലൊരു ഭംഗിയുള്ള കളറായിട്ട് വന്നിട്ടുണ്ട്, നല്ല ഗ്രേ കളറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള സോപ്പും കൂടെ ഇങ്ങനെ റിമൂവ് ചെയ്ത് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ഇനി പ്ലേറ്റിൽ കുറച്ച് കണ്ടോ, സോപ്പ് മോൾഡിനകത്ത് ഒന്നുമില്ല, എല്ലാം നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പ്ലേറ്റിൽ കുറച്ച് സോപ്പ് ഇരിപ്പുണ്ടല്ലോ, അതും റിമൂവ് ചെയ്യുക. അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക പ്ലേറ്റ്. അതിന് ശേഷം ഒരു കത്തി വെച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഒന്നുകൂടെ നല്ല. ഞാനിപ്പോൾ സ്പൂൺ വെച്ചിട്ട് ചെയ്തുകൊണ്ട് കുറച്ചൊന്ന് ഡാമേജ് ആയി. ഒരു കത്തി കൊണ്ടാണ് എടുക്കുന്നതെങ്കിൽ ഇതിൽ ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ബാക്കിയെല്ലാം ഞാൻ കത്തി കൊണ്ടാണ് എടുത്തത്. നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് പൊളിഞ്ഞ് കിട്ടി. ഷേപ്പൊക്കെ നല്ല പെർഫെക്റ്റ്, ആ ഒരു എടുത്ത പ്ലേറ്റിൻ്റെ അതേ ഷേപ്പിന് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഈസിയാണ്. സോപ്പ് മോൾഡൊന്നും വേണമെന്നില്ല കേട്ടോ, ഇതുപോലെ പ്ലേറ്റിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. സോപ്പ് ബേസ് മാത്രം നിങ്ങൾ വാങ്ങിച്ചാൽ മതി, ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻറ്റും നമ്മളെ വീട്ടിൽ തന്നെ ഉള്ളത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വീട്ടിൽ തന്നെ നമ്മുടെ ഹോം മെയ്ഡ് സോപ്പൊക്കെ ഉണ്ടാക്കി ഉപയോഗിക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.